ഇവിടെ അവധി ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളിനകത്ത് 1 കപ്പ് തൈരാണ്. സാധാ നോർമൽ തൈര് തന്നെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ തൈരിൻ്റെ ഒരു കട്ട ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ജീരകം ചേർക്കുക. അതില്ലാത്തതുകൊണ്ട് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മൈദ വെച്ചിട്ടും ചെയ്യും കേട്ടോ. മൈദ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കർണാടകയിലെ ഫേമസ് ഡിഷാണ്. അപ്പോൾ നമ്മളത് ഗോതമ്പൊടി വെച്ചാൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഇതൊന്ന് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഗോതമ്പൊടിയാണ്. ഞാൻ 1 കപ്പ് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അഥവാ നിങ്ങളെടുത്ത തൈര് ലൂസാണെങ്കിൽ ചിലപ്പോൾ 1 കപ്പ് ഗോതമ്പൊടി മതിയാവില്ല. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ദോശമാവ് പോലെ ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം. നമുക്ക് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു പരുവാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ കൈ വെച്ച് 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതെടുത്ത് കാണിക്കുന്നത്. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുക. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി മാവ് നല്ല ഫ്ലഫി ആയിട്ടുണ്ടാവും. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇടുമ്പോൾ നോർമലായിട്ട് നമ്മൾ അതിൽ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ റൗണ്ടായിട്ട് ഇങ്ങനെ ബോൾസ് മാതിരി വരും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കർണാടകയിൽ ഗോളി ബജി എന്ന് പറയും കേട്ടോ. അത് നമ്മൾ ഗോതമ്പൊടി വെച്ച് ചെയ്തേ ഉള്ളൂ. ഇവിടെ കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, കുട്ടികൾക്ക് മാത്രമല്ല. ഇതിൻ്റെ കൂടെ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ഒരു തേങ്ങാ ചമ്മന്തി, അതാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് വരിക. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഇങ്ങനെ എണ്ണക്കടികൾ കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ സ്നാക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ ഒരു നോർമൽ ചട്നിയുടെ കൂടെ, കോക്കനട്ട് ചട്നിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാണ്. അപ്പോൾ ചൂടോടെ ഇരിക്കുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.